കണ്ണൂർ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരുടെ പ്രവർത്തകന്മാരുടെ മുഖത്ത് നോക്കി അവരെ നോക്കി പേടിപ്പിച്ചു, അവരെ പിന്നിൽ നിന്ന് തോണ്ടി, അവര് പോകുമ്പോൾ ഉറക്കെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് SDPI പ്രവർത്തകന്മാരുടെ പേരിൽ 307 308 വകുപ്പുകൾ ചേർത്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്ന നിലപാടുകൾ കണ്ണൂർ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ അടുത്ത കാലത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വളവട്ടണം പോലീസ് സ്റ്റേഷനിലെ CI അടക്കമുള്ള ആളുകളോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളോട് എന്തൊക്കെയാണ് ഇനിയും KM ഷാജി വിളിച്ചു നിർദ്ദേശിക്കാൻ പോകുന്നത് എന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയണം. ഈ ജുനൈദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഈ ജുനൈദിന്റെ പേരിൽ എത്ര കേസുകളുണ്ട് ഒന്ന് പരിശോധിക്കണം. കണ്ണൂർ ജില്ലയിൽ 8ഉം 10ഉം കൊലക്കേസുകളിൽ പ്രതിയായ RSSന്റെ ക്രിമിനലുകൾ, 7ഉം 8ഉം കൊലക്കേസിൽ പ്രതികളായ CPMന്റെ ക്രിമിനലുകൾ, ഈ ജുനൈദിന്റെ പ്രദേശമായ പാമ്പുരുത്തിയിൽ തന്നെ 6ഉം 7ഉം കേസിൽ, വീടാക്രമിച്ച കേസിൽ, പോലീസിനെ ആക്രമിച്ച കേസുകളിൽ അടക്കം പ്രതികളായ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ ഈ പോലീസ് ഓഫീസർമാരുടെ മൂക്കിന് താഴെ വിലസി നടക്കുമ്പോൾ വെറും ഒരു 307 വകുപ്പ് മാത്രമുള്ള ജുനൈദിനെ പോലുള്ള പൊതുപ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ഗുണ്ടാ നിയമം, കരിനിയമം ഉപയോഗിച്ചുകൊണ്ട് ജയിലിലടക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇത് ഏത് അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുമോ? ഞങ്ങൾക്ക് CI പ്രേമനോടക്കമുള്ള ആളുകളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, വളരെ വ്യക്തമായി സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷൻ PSCയുടെ പരീക്ഷ എഴുതിയിട്ടാണല്ലോ നിങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലിക്ക് ചേർന്നത്. അല്ലാതെ KM ഷാജിയുടെ വീട്ടിൽ അടിവസ്ത്രം അലക്കിയിട്ടല്ല കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ പോലീസിന്റെ പണിക്ക് ചേരുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പലപ്പോഴും പറയാറുണ്ട്, ഒരു പണിയും കിട്ടാഞ്ഞിട്ടാണ് ചിലപ്പോ പോലീസിൽ ജോലിക്ക് ചേരാറുള്ളത് എന്ന്. ചിലപ്പോഴൊക്കെ ചില പോലീസ് ഓഫീസർമാരെയൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കത് തോന്നിപ്പോവുകയാണ്. ആരുടെ നിർദ്ദേശമാണ് നിങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ഉടനെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ള പ്രവർത്തകന്മാർ പോലും KM ഷാജിയെ വിളിക്കുകയാണ്, ഷാജിയേട്ട പരിഹരിച്ചു തരണം. എന്താണ് ഇത് അവസ്ഥ? ഒരു MLA എന്ന് പറയുന്ന പദവി പോലും എത്ര ദുരുപയോഗം ചെയ്യുകയാണ് ഈ MLA. നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എത്ര കാലം ഈ നിലപാടുകളുമായിട്ട് കണ്ണൂർ ജില്ലയിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ആളുകൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും? SDPയുടെ പ്രവർത്തകന്മാർ കേസിൽ പെടുമ്പോൾ മാത്രമാണ് പോലീസ് ഈ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, എല്ലാ കാലവും ഈ ബാരിക്കേഡ് കെട്ടിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഒഴുക്കിനെ തടഞ്ഞു നിർത്താമെന്ന് ഒരു CI മനസ്സിലാക്കേണ്ടതില്ല എന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് എടുത്തു മാറ്റണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ അത് എടുത്തു മാറ്റും. CI പ്രേമ, നിങ്ങൾ അർഷിത അട്ടല്ലൂരിയോടൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി. ഞങ്ങൾ എടുത്തു മാറ്റണമെന്ന് ഞങ്ങൾ തീരുമാനമെടുത്താൽ അത് എടുത്തു മാറ്റുമെന്ന് കേരളത്തിൽ ഞങ്ങൾ തെളിയിച്ചതാ. DGP ജേക്കബ് പുന്നൂസിനോടും അർഷിത അട്ടല്ലൂരിയോടും ഒക്കെ ഒന്ന് അന്വേഷിച്ചാൽ മതിയാകും. ഞങ്ങളിത് വെറുതെ പറയുന്നതല്ല, ഒന്ന് ചോദിച്ചു നോക്കണം. അവരെ ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ചു, ചില പ്രവർത്തകന്മാരോട് പറഞ്ഞു മൂവാറ്റുപുഴ കേസ് പോലെ ആക്കിക്കളയുമെന്ന്. ഈ മൂവാറ്റുപുഴ കേസ് പോലെ ആക്കിക്കളയും എന്ന് പറഞ്ഞ പോലീസുകാരോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, മൂവാറ്റുപുഴ കേസ് ആരൊക്കെ അന്വേഷിച്ചത്? SDPയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സംഭവം. ആ സംഭവത്തിൽ ഞങ്ങളുടെ പ്രവർത്തകർ നിരപരാധികളായ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രൊഫസർ അനസിനെ പോലുള്ള നിരപരാധികളായ ആളുകൾ കേസിൽ കുടുക്കിയ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ, നിങ്ങൾ മനസ്സിലാക്കണം, ആ കേസ് അന്വേഷിച്ചത് 14 DYSPമാർ, 12 SIമാർ, 11 CIമാർ, 11 SIമാർ, അതുപോലെ തന്നെ DGP ജേക്കബ് പുന്നൂസ് അതിന് നേതൃത്വം കൊടുക്കാൻ. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഞങ്ങൾക്ക് വളവട്ടണം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരോട് സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങളുടെ ഒരു രോമത്തിൽ തൊടാൻ പോലും കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ആളുകൾക്ക് സാധിച്ചിട്ടില്ല. മൂവാറ്റുപുഴ സംഭവം പോലെ ആക്കിക്കളയുമെന്ന് പറയുന്ന പോലീസുകാരോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എവിടെയാണ് ഞങ്ങൾ അത്തരത്തിലുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോയിട്ടുള്ളത്? പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ സത്യസന്ധമായി നിങ്ങൾ നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ട് പറയണം, SDPI നടത്തുന്ന സമരങ്ങൾ, SDPI നടത്തുന്ന ധർണകൾ, SDPI നടത്തുന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ ഞങ്ങൾ KM ഷാജിയുടെ പാർട്ടിയുടെ ആളുകളെ പോലെയുള്ള ഒരു പാർട്ടിയല്ല. നേതൃത്വം പറഞ്ഞാൽ ഈ ബാരിക്കേഡ് തകർത്ത് മുന്നോട്ട് പോകണമെന്ന് നേതൃത്വം പറഞ്ഞാൽ ഈ ബാരിക്കേഡ് തകർത്ത് ഞങ്ങൾ മുന്നോട്ട് പോയിരിക്കും. പോകണ്ട എന്ന് ഞങ്ങൾ തീരുമാനമെടുത്താൽ ഞങ്ങളുടെ പ്രവർത്തകന്മാർ ഇതുപോലെ ഈ വെയിലത്ത് ഇവിടെ കുത്തിയിരിക്കും. ഷാജിയുടെ പാർട്ടിയുടെ ആളുകളുടെ നിലപാടല്ല ഞങ്ങൾക്ക്. നിങ്ങൾ അവരുടെ പൊതുയോഗങ്ങൾക്ക് പോലും നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുന്നില്ലേ?
നടത്തിയ മുസ്ലിം ലീഗും CPM-ഉം തമ്മിൽ നടന്ന സംഘർഷം, ആ സംഘർഷത്തിന് 10 കോടി രൂപയുടെ നഷ്ടമാണ് കാഞ്ഞങ്ങാടുണ്ടായത്. ആരാണ് അതിന് ഉത്തരവാദികൾ? മുസ്ലിം ലീഗിന്റെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെയും CPM-ന്റെയും ആളുകളായിരുന്നു അതിന്റെ ഉത്തരവാദികൾ. നിങ്ങൾ എന്ത് നടപടിയെടുത്തു? നിങ്ങൾ എവിടെയാണ് നിങ്ങൾ നടപടികൾ സ്വീകരിക്കേണ്ടത്? മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ തളിപ്പറമ്പ് മേഖലയിലൊക്കെ CPM-മായി സംഘർഷത്തിലേർപ്പെട്ടുകൊണ്ട് അഴിഞ്ഞാടുമ്പോ, കോളയും കൊള്ളിവെപ്പും നടത്തുമ്പോ, ഗുണ്ടാ രാഷ്ട്രീയത്തിന്റെ ആളുകളായി കണ്ണൂർ ജില്ലയിൽ വിരസി നടക്കുമ്പോ അവരുടെ പേരിൽ നടപടിയെടുക്കാതെ പാവപ്പെട്ട ഞങ്ങളുടെ പ്രവർത്തകൻ ജുനൈദിനെ പോലുള്ള ഏതെങ്കിലും ഒരു കേസിൽ പ്രതിയായ ആളുകളെ കരിനിയമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാനുള്ള നീക്കം നടത്തുമ്പോ ഞങ്ങൾ ഇതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഞങ്ങൾ പറയുന്നു STPക്കെതിരെ നിങ്ങൾ വിവിധ പോലീസ് സ്റ്റേഷനുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വ്യത്യസ്തമായ നിലപാടുകളാണ്. കോൺഗ്രസിനോട് സ്വീകരിക്കുന്ന നിലപാടല്ല നിങ്ങൾ STPയോട് സ്വീകരിക്കുന്നത്. RSSനോട് സ്വീകരിക്കുന്ന നിലപാടല്ല നിങ്ങൾ STP പ്രവർത്തകന്മാരോട് സ്വീകരിക്കുന്നത്. CPM-ന്റെ പ്രവർത്തകന്മാരോട് സ്വീകരിക്കുന്ന നിലപാടല്ല നിങ്ങൾ STP പ്രവർത്തകന്മാരോട് സ്വീകരിക്കുന്നത്. പക്ഷേ കോൺഗ്രസുകാരനും മാർക്സിസ്റ്റുകാരനും ലീഗുകാരനും BJPക്കാരനും സ്വീകരിക്കുന്ന നിലപാടല്ല പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകളോട് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, CI പ്രേമൻ എന്ന് പറയുന്ന പ്രേമൻ എന്ന ആ പേരിനെയല്ല ഞങ്ങൾ ബഹുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് ഓഫീസർമാരുടെ പേരിനെയല്ല ഞങ്ങൾ ബഹുമാനിക്കുന്നത്. നിങ്ങളൊക്കെ നാളെ ഡിപ്പാർട്ട്മെന്റിനോട് വിട പറയും. നിങ്ങളൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർമെന്റ് ചെയ്തു പോകും. അപ്പോഴും ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടാകും. ഇവിടെ STP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടാകും. ഞങ്ങൾ ബഹുമാനിക്കുന്നത് നിങ്ങൾ ഇട്ടിരിക്കുന്ന യൂണിഫോമിനെയാണ്. ഞങ്ങൾ ബഹുമാനിക്കുന്നത് നിങ്ങൾക്ക് സർക്കാർ നൽകിയ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന പദവിയെ, അല്ലെങ്കിൽ SI എന്ന പദവിയെ, SP എന്ന പദവിയെ, DYSP എന്ന പദവിയെ, ആ പദവിയെയാണ് ഞങ്ങൾ ബഹുമാനിക്കുന്നത്. കാരണം ഈ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന്, ഈ രാജ്യത്തെ നിയമനിർവഹണ സംവിധാനങ്ങൾ പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന് തീരുമാനമെടുത്തിരിക്കുന്ന, അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് STP. ഞങ്ങൾ ഒരു സർക്കാർ വാഹനവും ഇതുവരെ തകർത്തിട്ടില്ല. ഒരു KSRTC ബസ്സിന് നേരെയും STPയുടെ പ്രവർത്തകന്മാർ കല്ലെറിഞ്ഞിട്ടില്ല. ഒരു പോലീസ് ജീപ്പും ഇതുവരെ STPയുടെ പ്രവർത്തകന്മാർ അഗ്നിക്കിരയാക്കിയിട്ടില്ല. എന്നാൽ നിങ്ങൾ തൊട്ടപ്പുറം പരിശോധിക്ക്, കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിക്ക്, മുസ്ലിം ലീഗിന്റെ ചരിത്രം പരിശോധിക്ക്. ഞങ്ങളോട് വിവേചനപരമായ നിലപാട് സ്വീകരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുസ്ലിം ലീഗിന്റെ ചരിത്രം പരിശോധിക്ക്, RSSകാരന്റെ ചരിത്രം പരിശോധിക്ക്. കാപ്പുകടവിൽ കപ്പക്കടവ് എന്ന് പറയുന്ന പ്രദേശത്ത് അഴീക്കൽ അവിടെ പ്രശ്നങ്ങളുണ്ടായി. അവിടെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ എന്താ നിങ്ങൾ സ്വീകരിച്ച നിലപാട്? കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ടാണ് രാഷ്ട്രീയ സംഘർഷം ഉണ്ടാകുന്നത്, രാഷ്ട്രീയ സംഘർഷത്തിൽ അക്രമമുണ്ടാകുന്നത്. പക്ഷേ ആ രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഇപ്പുറം അത് STP ആണെന്നത് കൊണ്ട് മാത്രം നിങ്ങൾ സ്വീകരിച്ച നിലപാടുകൾ നിങ്ങൾ ആത്മപരിശോധനയ്ക്ക് തയ്യാറാവണം. ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ കൂറ് ഈ രാജ്യത്തോടായിരിക്കണം, നിങ്ങളുടെ കൂറ് ഈ രാജ്യത്തെ പൗരന്മാരോടായിരിക്കണം, നിങ്ങളുടെ കൂറ് ഈ രാജ്യത്തെ ഭരണകൂടങ്ങളോടായിരിക്കണം, നിങ്ങളുടെ കൂറ് ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങളോടായിരിക്കണം. അല്ലാതെ KM ഷാജിയോടല്ല നിങ്ങൾക്ക് കൂറുണ്ടാവേണ്ടത്. KM ഷാജിയുടെ കമ്പളക്കാട് തറവാട്ടിൽ നിന്നല്ല പോലീസ് ഓഫീസർമാരെ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ കുത്തിയിരിക്കുന്ന എന്നെപ്പോലെയുള്ള ഇവിടെ ഇരിക്കുന്ന നൂറുകണക്കിന് STP പ്രവർത്തകന്മാരുടെ വിയർപ്പിന്റെ അംശം, അവരെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിന്റെ വിയർപ്പിന്റെ അംശം, അതാണ് നിങ്ങളിട്ടിരിക്കുന്ന യൂണിഫോം, അതാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്ന തൊപ്പി, നിങ്ങളുടെ കയ്യിലുള്ള ലാത്തി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂറ് ഇവിടെയുള്ള ഭരണ സംവിധാനങ്ങളോടായിരിക്കണം. ഇവിടെയുള്ള പൗരന്മാരുടെ ജീവനും സ്വത്തിനും അഭിമാനത്തിനും സംരക്ഷണം നൽകേണ്ട ആളുകൾ അവർക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കുമ്പോ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഈ പോലീസ് ഓഫീസർമാരോട് സൂചിപ്പിക്കാനുള്ളത്, എനിക്ക് തോന്നുന്നത് ഈ വളപട്ടണം CI അടക്കമുള്ള ആളുകൾ ഇതിൽ നിരപരാധികളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മുകളിലുള്ള സമ്മർദ്ദം അതൊരുപക്ഷെ സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ പോലും ഞങ്ങളുടെ ഒരു പഞ്ചായത്ത് പ്രാദേശിക നേതാവിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. ഈ സമയം വരെയും അദ്ദേഹത്തെ വിട്ടയച്ചിട്ടില്ല. നിരപരാധിയായ ഒരു പൊതുപ്രവർത്തകരെ, ഒരു പാർട്ടിയുടെ ഒരു പഞ്ചായത്ത് തല നേതാവിനെ നിങ്ങൾ പിടിച്ചുകൊണ്ടുപോകുന്നു, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വെക്കുന്നു. ഒരു CPM-ന്റെ ഒരു പഞ്ചായത്ത് നേതാവിനെയാണ്, ഒരു ഏരിയ നേതാവിനെയാണ്, അല്ലെങ്കിൽ ഒരു ലോക്കൽ നേതാവിനെയാണ്, നിരപരാധിയായ ഒരു പ്രവർത്തകരെ നിങ്ങൾ പിടിച്ചുകൊണ്ടുപോയി ഈ സമയം വരെ പോലീസ് സ്റ്റേഷനിൽ വെച്ചതെങ്കിൽ എന്തായിരിക്കും CPM-ന്റെ നിലപാട്? ഒരു RSSകാരനെയാണ് നിങ്ങൾ പിടിച്ചുകൊണ്ടുപോയത്, ഒരു RSS നേതാവിനെയാണ് പിടിച്ചുകൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ വെച്ചതെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ നിലപാട്? ഒരു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനെയാണ് പിടിച്ചുകൊണ്ടുപോയി സ്റ്റേഷനിൽ വെച്ചതെങ്കിൽ എന്തായിരിക്കും അവർ നിങ്ങളുടെ നിലപാട്? ഒന്ന് പരിശോധിക്കണം. പോലീസുകാരെ നിങ്ങളുടെ യൂണിഫോമിൽ
പോലീസ് ഓഫീസർമാർ വിട്ടയക്കും എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് കൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള നിലപാടുകളുമായി ഞങ്ങൾ മുന്നോട്ട് പോകാത്തത്. ഇപ്പോഴും ഞങ്ങളുടെ പ്രവർത്തകരെ വിട്ടിട്ടില്ല. അതുകൊണ്ട് പോലീസ് ഓഫീസർമാർ മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ കാണിക്കുന്ന ഈ സംയമനം ഞങ്ങളുടെ പ്രവർത്തകന്മാര് ആവേശമില്ലാത്ത ആളുകളാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. കാരണം ഒരു 100 കെട്ടെങ്കിലും ഞങ്ങളുടെ പ്രവർത്തകന്മാരിൽ ഞങ്ങൾ കെട്ടിയിട്ടിട്ടുണ്ട്. അതിലൊരു കെട്ടെങ്ങാനും പ്രിയപ്പെട്ട പോലീസുകാരെ ഞങ്ങളത് അഴിച്ചു മാറ്റിയാൽ നിങ്ങൾക്ക് കാണാം ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ വീര്യം എന്താണെന്ന്, ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ ശൗര്യം എന്താണെന്ന്, ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ ആവേശം എന്താണെന്ന്. ഒരു കെട്ടുപോലും ഞങ്ങൾ അഴിച്ചു കൊടുത്തിട്ടില്ല അവരുടെ. അത് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഞങ്ങൾ ഈ കാണിക്കുന്ന സംയമനം, ഞങ്ങൾ ഈ കാണിക്കുന്ന സമാധാനം അത് ദൗർബല്യമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ കാണിക്കുന്ന സംയമനം അത് ഞങ്ങളുടെ പാർട്ടി പറഞ്ഞതുകൊണ്ട് മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളുടെ പാർട്ടി അത്തരത്തിലൊരു സമാധാനത്തിന് ആവശ്യമില്ല എന്ന് തീരുമാനമെടുത്താൽ എന്താണ് ഞങ്ങളുടെ വിശ്വരൂപമെന്ന് കൃത്യമായിട്ടും വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ മനസ്സിലാക്കിയിട്ട് വരും. അതുകൊണ്ട് ഞങ്ങൾക്ക് പോലീസ് ഓഫീസർമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ നിങ്ങൾക്കെതിരല്ല, ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിനെതിരല്ല, ഞങ്ങൾ ഭരണഘടനയ്ക്കെതിരല്ല. പക്ഷേ ഞങ്ങൾ ചിലപ്പോൾ ഷാജിയുടെ പാർട്ടിക്ക് ഞങ്ങൾ എതിരാകും. നെറികാടുകൾ കാണുമ്പോൾ KM ഷാജിയുടെ മുസ്ലിം ലീഗിനെതിരെ ഞങ്ങൾ പ്രവർത്തകന്മാർ ശബ്ദമുയർത്തും. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നെറികാട് കാണുമ്പോൾ ഈ നെറികാടുകൾ ഞങ്ങളുടെ പ്രവർത്തകർ ചോദ്യം ചെയ്യും, ചൂണ്ടിക്കാണിക്കും. RSS ഭീകരതയുമായി മുന്നോട്ട് പോകുമ്പോൾ സംഘപരിവാര ശക്തികൾക്കെതിരെ അതിശക്തമായ നിലപാടുകളുമായി ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഞങ്ങളുടെ പാർട്ടിക്ക് മുന്നോട്ട് പോകേണ്ടി വരും. പക്ഷേ അത് ഡിപ്പാർട്ട്മെന്റിനെതിരല്ല, അത് RSSനെതിരാണ്, അത് മുസ്ലിം ലീഗിന്റെ നിലപാടുകൾക്കെതിരാണ്. ഇത് തിരിച്ചറിയണം. ഞങ്ങൾ പ്രവർത്തകന്മാരുടെ പേരിൽ ചേർക്കുന്ന വകുപ്പുകൾ നിങ്ങൾ പരിശോധിക്കണം. ഇപ്പൊ പ്രവർത്തകന്മാർ ചോദിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ 307, 308 നോക്കിയാ 308, പേടിപ്പിച്ച 308, ഇങ്ങനെ 307, 308മായി പോയാൽ എങ്ങനെയാണ് ഈ വകുപ്പിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വരുമെന്ന് പ്രവർത്തകന്മാർ പറയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പോലീസുകാരോട് പറയാനുള്ളത്, ഇവിടെ സമാധാനം ഉണ്ടാവണം, ഇവിടെ എല്ലാ ആളുകൾക്കും ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടാവണം, സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. അതിന് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾക്ക് നിങ്ങളോട് ആവശ്യപ്പെടാം. നിങ്ങളുമായി സഹകരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ, നിങ്ങളുമായി പരസ്പരം സംസാരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ, കാര്യങ്ങൾ നിങ്ങളുമായി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഞങ്ങൾ. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾക്കറിയാം ഈ KM ഷാജി അടക്കമുള്ള MLA ഇതുപോലുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ KM ഷാജി അടക്കം അഴീക്കോട് മണ്ഡലത്തിൽ ഇറങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ എത്തിക്കുമെന്നാണ് പോലീസ് സേനാന്മാരോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് മുകളിൽ നിന്ന് വിളിക്കുന്നു എന്ന് നിങ്ങൾ പറയണ്ട, മുകളിലുള്ള സമ്മർദ്ദമാണ് എന്ന് നിങ്ങൾ പറയണ്ട. നട്ടലുള്ള നിലപാട് നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിന് നട്ടലുള്ള പോലീസ് ഓഫീസർമാർ ഇപ്പോഴുമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നട്ടലുള്ള നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അവരുടെ നേതാക്കന്മാരുടെ ചട്ടുകങ്ങളായി മാറുന്നതിന് പകരം എല്ലാവരോടും തുല്യമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. അല്ലെങ്കിൽ നാട്ടിൽ സംഘർഷം ഉണ്ടാകും, അല്ലെങ്കിൽ നാട്ടിൽ സമാധാനാന്തരീക്ഷം തകരും. ഇതിനൊരു മാറ്റമുണ്ടാക്കാൻ വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഓഫീസർമാർ തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങൾക്ക് വളപട്ടണത്ത് മാത്രമാണ് ഈ പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ വരും നാളുകളിൽ ഇത്തരത്തിലുള്ള നിലപാടുകളുമായിട്ടാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നതെങ്കിൽ ജില്ലയിൽ തന്നെ അതിശക്തമായ പ്രക്ഷോഭത്തിന് പാർട്ടിയുടെ ജില്ലാ നേതൃത്വം കൊടുക്കുന്ന അതിശക്തമായ പ്രക്ഷോഭത്തിന് വരും നാളുകളിൽ പോലീസ് ഓഫീസർമാർ ആക്ഷൻ ഭരിക്കേണ്ടി വരും. ഇത് SP മനസ്സിലാക്കണം, ഇത് DYSPമാർ മനസ്സിലാക്കണം, ഇത് CIമാർ മനസ്സിലാക്കണം, SI മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിലപാടുകളിൽ നിന്ന് പോലീസ് പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് ഈ പ്രതിഷേധ മാർച്ചിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകളോട് സൂചിപ്പിക്കാനുള്ളത്. ധാരാളം ആളുകൾ ഞങ്ങൾക്ക് അത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ 7-8 കേസുകളുണ്ട്, എന്റെ പേരിൽ 11ഓളം കേസുകളുണ്ട്. നിങ്ങൾ ഗുണ്ടാ ലിസ്റ്റിൽ പെടുത്തി അറസ്റ്റ് ചെയ്യുമോ? നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കോടിയേരി ബാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്യണം, നിങ്ങൾ MP ജയരാജനെ അറസ്റ്റ് ചെയ്യണം, നിങ്ങൾ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ, തലപ്പുറമുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ നിങ്ങൾ അറസ്റ്റ് ചെയ്യണം. എത്ര കേസുകളുണ്ട് അവരുടെ പേരിൽ? ഇത്തരത്തിലുള്ള നിലപാടുകളുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങൾ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിങ്ങൾ ഏത് കണ്ണുകൊണ്ടാണോ കാണുന്നത് ആ കണ്ണുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ കാണണം. പക്ഷേ ആ അത്തരത്തിലുള്ള ഒരു കണ്ണുകൊണ്ടല്ല നിങ്ങൾ ഞങ്ങളെ കാണുന്നത്. ഞങ്ങൾക്കെതിരെയാകുമ്പോ നിങ്ങളുടെ നിലപാടുകൾ മാറുന്നു, വർഗീയമായ ഒരു നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നു. ഈ
ശക്തമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു മാറ്റമുണ്ടാകണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ ശക്തമായി പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകളോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ നടപ്പിലാക്കിയാലും ഇല്ലെങ്കിലും അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ വിശ്വാസമൊന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകരെ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ജയിലിലടച്ചതുകൊണ്ട് ഈ പ്രസ്ഥാനം ഇല്ലാതായി പോകുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഇത് തീയിൽ കൊടുത്ത ഒരു പ്രസ്ഥാനമാണ്. ഇതിനെ വെയിലത്ത് വാട്ടിക്കളയാമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇത് ഇന്ത്യ മഹാരാജ്യത്ത് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇത് അമേരിക്ക ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. മുസ്ലിം ലീഗിനെ പോലെ കേരളം എന്ന ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമായ കേരളം, ആ കേരളത്തിലെ മലബാർ എന്ന ഇട്ടാവട്ടത്തിനുള്ളിൽ താരം കളിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഇന്ത്യ മഹാരാജ്യത്ത് അത് ശക്തമായ സാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. തമിഴ്നാട്ടിൽ DMKയും AIDMKയും ചർച്ച ചെയ്യുന്നു. കർണാടകയിൽ കോൺഗ്രസും BJPയും ജനതാദളും ഈ പാർട്ടിയുടെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കുന്നു, ചർച്ച ചെയ്യുന്നു. മണിപ്പൂരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നക്ഷത്രാങ്കിത രക്തഹരിത പതാകയുമേന്തി മണിപ്പൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്ന പാർട്ടിയാണ് പോലീസുകാര്. KM ഷാജിയുടെ മലബാറിലെ പാർട്ടി മുന്നോട്ട് വെക്കുന്ന അജണ്ടയല്ല ഈ പാർട്ടി ഈ രാജ്യത്തെ ജനാധിപത്യ സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഈ ജനാധിപത്യ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. ഇത് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തനം അതിശക്തമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. കേരളത്തിലും ഞങ്ങൾ പറയുന്നു, അത് മുസ്ലിം ലീഗ് ആണെങ്കിൽ മുസ്ലിം ലീഗ്, കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ്, CPM ആണെങ്കിൽ CPM, RSS ആണെങ്കിൽ RSS. നെറികേടുകൾക്ക് മുന്നിൽ ഇനിയും ഞങ്ങളുടെ മുഷ്ടി അത് ഉയർന്നു നിൽക്കുക തന്നെ ചെയ്യുമെന്നാണ് പോലീസ് ഓഫീസർമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോ എന്റെ ബഹുമാന്യരായ പോലീസ് ഓഫീസർമാരോട്, ബഹുമാനിക്കപ്പെടുന്ന പോലീസ് ഓഫീസർമാരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങൾക്ക് നീതി നൽകാൻ നിങ്ങൾ തയ്യാറാകണം. മറ്റൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. ഞങ്ങൾക്ക് നീതി കിട്ടിയാൽ മതി. നിങ്ങൾ മണൽ മാഫിയോടൊപ്പമല്ല നിങ്ങൾ നിൽക്കേണ്ടത്. KM ഷാജി എന്ന ഗുണ്ടാ നേതാവിന്റോടൊപ്പമല്ല നിങ്ങൾ നിൽക്കേണ്ടത്. നിങ്ങൾ RSSന്റെ ക്രിമിനൽ രാഷ്ട്രീയത്തോടൊപ്പമല്ല നിങ്ങൾ നിൽക്കേണ്ടത്. നിങ്ങൾ ജനാധിപത്യത്തോടൊപ്പം നിൽക്കണം, മതേതരത്വത്തോടൊപ്പം നിൽക്കണം, മതനിരപേക്ഷതയോടൊപ്പം നിൽക്കണം. ഇവരുള്ള നീതിയോടൊപ്പം നിൽക്കാൻ കേരളത്തിലെ വളപട്ടണത്തിലെ പോലീസ് ഓഫീസർമാർ തയ്യാറാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ചിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇത് ഞങ്ങളുടെ